ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു NNN വേൾഡ്. ഇന്ന് ഞാൻ എന്റെ ഹെയർ സ്പാ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. എന്താണ് ഹെയർ സ്പാ? സാധാരണ നമ്മൾ ഈ ഹെയർ സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ് തുടങ്ങിയ കെമിക്കൽ ട്രീറ്റ്മെന്റുകൾക്ക് ശേഷമാണ് ഹെയർ സ്പായെ കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം അപ്പോൾ നമ്മുടെ ബ്യൂട്ടീഷ്യൻ പറയും, നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ ഹെയർ സ്പാ ചെയ്യണം, ഇല്ലെങ്കിൽ മുടി കൊഴിയും. അത് പേടിച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങും. എന്നാൽ ഈ വക കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ ഒന്നും ചെയ്യാത്തവർക്കും ഹെയർ സ്പാ വളരെ നല്ലതാണ്. കാരണം എന്റെ മുടി വളരെ ഫ്രിസിയായി വന്നപ്പോൾ ഞാനൊന്ന് സ്മൂത്തനിങ് ചെയ്തു. അതിനുശേഷമാണ് ഞാനും ഈ ഹെയർ സ്പാ ചെയ്യാൻ തുടങ്ങിയത്. ചെയ്തു തുടങ്ങിയപ്പോൾ ഹെയറിനും ഹെഡിനുമെല്ലാം ഒരു റിലാക്സേഷൻ തെറാപ്പി പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ആ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇനി പാർലറിൽ പോയി ചെയ്യാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്നും ഹെയർ സ്പാ ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണുക. ഹെയർ സ്പാ നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും ഡാൻഡ്രഫിനെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ സഹായിക്കും. അതിനായി പലതരം ക്രീമുകൾ അഥവാ മാസ്കുകളാണുള്ളത്. ഹെയർ റിപ്പയറിംഗ് ക്രീം ഉപയോഗിച്ചുള്ള സ്പാ, പ്രോട്ടീൻ സ്പാ, ഡാൻഡ്രഫിനെ പ്രിവെന്റ് ചെയ്യാനുള്ള സ്പാ, അങ്ങനെ പലതരം മാസ്കുകൾ ഉപയോഗിച്ചുള്ള സ്പാ ഉണ്ട്. ഇനി ഹെയർ സ്പായിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റെപ്പ് 1, ഡീറ്റാംഗ്ലിംഗ് യുവർ ഹെയർ. കൂട്ടിപ്പിണഞ്ഞ് കെട്ടുപിണഞ്ഞൊക്കെ കിടക്കുന്ന മുടികളൊക്കെ നേരെയാക്കുക. അതിനുശേഷം മുടി നന്നായി ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് മാസ്ക് അപ്ലൈ ചെയ്യും. അവിടെയാണ് ഡാൻഡ്രഫിന്റെ ആണോ പ്രോട്ടീന്റെ ആണോ റിപ്പയറിംഗ് ക്രീം ആണോ വേണ്ടത് എന്ന് ചൂസ് ചെയ്യേണ്ടത്. മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 20-30 മിനിറ്റ്സ് നന്നായി മസാജ് ചെയ്യും. അതാണ് റിലാക്സേഷൻ ടെക്നിക്. അറിയാമല്ലോ, മസാജിംഗ് വഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഹെയർ ഫോൾ കുറയും, ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. മസാജിംഗ് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ്സ് വെയിറ്റ് ആൻഡ് റിലാക്സ് ആണ്. ഇതിനിടയിൽ സ്റ്റീം ചെയ്യും. അത് കഴിഞ്ഞ് മുടി നന്നായി വാഷ് ചെയ്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന മാസ്ക് സ്കാൽപ്പിൽ നിന്നും കംപ്ലീറ്റ് കളയും. പിന്നെ ബ്ലോ ഡ്രൈ ചെയ്ത് കോംബ് ചെയ്ത് സെറ്റ് ആക്കും. ഇത്രയുമാണ് ഹെയർ സ്പായുടെ സ്റ്റെപ്സ്. എന്റെ ഡെയിലി സ്കെഡ്യൂൾ എന്നുള്ളത് വളരെയധികം ബിസി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് മന്ത്ലി ഹെയർ സ്പാ വളരെയധികം റിലാക്സേഷൻ ആണ് നൽകുന്നത്. നമ്മുടെ നാട്ടിലെ ബ്യൂട്ടി പാർലർ ആണെങ്കിൽ മിനിമം 1000 മുതലാണ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുക. പോകുമ്പോൾ പ്രൊഫഷണലായി ഹെയർ സ്പാ ചെയ്യുന്ന ബ്യൂട്ടി പാർലറിൽ തന്നെ പോവുക. അതല്ല, പാർലറിൽ പോകുന്നത് നിങ്ങൾക്ക് എക്സ്പെൻസീവായി തോന്നുന്നുണ്ടെങ്കിൽ ഹെയർ സ്പാ ക്രീം വാങ്ങി ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സ്പാ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു 20-30 മിനിറ്റ്സ് മസാജിങ്ങിലാണ് ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് ചെയ്യാമെങ്കിൽ മാത്രമേ വീട്ടിൽ വെച്ച് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇനി ഹെയർ സ്മൂത്തനിങ്ങോ സ്ട്രെയിറ്റനിങ്ങോ ചെയ്തവരാണെങ്കിൽ തീർച്ചയായും പാർലറിൽ തന്നെ പോയി മന്ത്ലി ഒരു സ്പാ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ടതാണ്. ഏത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾ സ്മൂത്തനിങ്ങിനോ സ്ട്രെയിറ്റനിങ്ങിനോ യൂസ് ചെയ്തത്, അതേ ബ്രാൻഡിന്റെ തന്നെ സ്പാ. അതുപോലെ വീട്ടിൽ വെച്ച് ഹെയർ വാഷ് ചെയ്യുമ്പോൾ സെയിം ബ്രാൻഡിന്റെ തന്നെ ഷാംപൂ, കണ്ടീഷണർ മുതലായവ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുടി കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകും. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, കമന്റ്. ആദ്യമായാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.